എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ്. ചെറിയൊരു മേക്ക് ഓവറൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി കുറച്ച് ചെടികളൊക്കെ ചട്ടിയിലല്ലാതെ മണ്ണിലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അത് തുളസിയും അങ്ങനെയുള്ള ഇതൊക്കെ, അപ്പോൾ അതൊന്നും നമുക്ക് കളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ചട്ടിയിലുള്ള ചെടി ഇവിടുന്ന് അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അതിനകത്ത് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആ ചട്ടി ഇരുന്ന ഭാഗത്ത് ഒരുപാട് പുല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഇളക്കമുള്ള മണ്ണാണ്, നന്നായിട്ട് ഇളകി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുല്ലും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വളരും. ചട്ടിയിലല്ലായിരുന്നു ഈ ചെടിയെങ്കിൽ ശരിക്കും മണ്ണിൽ വെച്ചാൽ നമുക്ക് താഴ്ത്താനൊന്നും പാടില്ലായിരുന്നു കേട്ടോ. അതുപോലെ ഇളകി കിടക്കുന്ന മണ്ണാണ്. അപ്പോൾ പുല്ലൊക്കെ ആണെങ്കിലും നമ്മൾ ചെത്തുമ്പോഴത്തേന് ഒരുപാട് ആഴത്തിൽ വെട്ടാതെ വേണം എടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങ് കുഴിഞ്ഞു പോകും, അത്രയ്ക്ക് നല്ല മണ്ണിളകി കിടക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് മഴയും കൂടെ ഉള്ളതുകൊണ്ട് മണ്ണൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ ആ ചട്ടിയൊക്കെ അവിടെ നിന്നൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് വെയിൽ മാറണമെങ്കിൽ ഒരു 5 മണി കഴിയണം, അല്ലാതെ നമുക്ക് ഇറങ്ങാനേ പറ്റില്ല. രാവിലെ തുടങ്ങും കേട്ടോ, ഒരു 9 മണി 10 മണിയൊക്കെ തൊട്ട് നല്ല വെയിലായിരിക്കും ഇവിടെ. പിന്നെ ഒരു 5 മണി വരെ ഒരു രക്ഷയില്ല. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പുറയിലേക്കുള്ള സൈഡിലേക്കേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗാർഡനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മേക്ക് ഓവറോ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഈ വൈകുന്നേരം മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് ചെത്തി മാറ്റുവാണേ. അതൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ആ ചപ്പൊക്കെ കളഞ്ഞിട്ട് വേണം ബാക്കി ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ബൊഗെയിൻവില്ലയൊക്കെ അവിടെ വെച്ചത്. നല്ല വെയിൽ തട്ടിയാലല്ലേ ഉള്ളൂ പൂവൊക്കെ നല്ല കളറിലും നല്ല ഇതായിട്ടത് പൂവാകുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് ബൊഗെയിൻവില്ലയൊക്കെ ഈ ഒരു ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ചെറിയ വളങ്ങളെന്ന് വെച്ചാൽ ചായവെള്ളവും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടും നല്ല വെയിൽ കിട്ടുന്നത് കൊണ്ടും നന്നായിട്ട് പൂത്തിട്ടാട്ടോ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ക്ലീനാക്കി, ഭയങ്കര ക്ലീനെന്നല്ല, അത്യാവശ്യം ഒന്ന് ക്ലീനാക്കി എടുത്തു. ആദ്യം കിടന്നതിലും ബെറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വാടാമുല്ലയും കൂടെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ കളയാതെ നിർത്തിയേക്കുന്നതാണ്. 1-2 ചോടുണ്ടായിരുന്നു, ഇപ്പം ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഇനി ഈ ചെടിക്കകത്ത് ഈ ചട്ടിയിൽ കണ്ടോ, ഇതിനകത്ത് കുറേ പുല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് പറിച്ച് കളയണം. പിന്നെ അതുപോലെ തന്നെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി വിടണം. പിന്നെ അത് ഈ ഒരു പ്ലാന്റ് ഇല്ലേ, ഇത് കട്ട് ചെയ്തിട്ട് ഒന്ന് ബുഷിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരുപാട് അങ്ങ് പൊങ്ങിപ്പോയി, അത്രയും ഇതിൽ വേണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചട്ടിയിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ക്രോട്ടൺ പ്ലാന്റിൻ്റെ വേരൊക്കെ ഇല അങ്ങനെ ആകുന്നില്ലായിരുന്നേ. ഇലയാകാഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് പൊക്കി നോക്കി, ഇപ്പം നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതങ്ങ് മാറ്റിയിട്ട് ഈ വെച്ചിരിക്കുന്ന ഈ ബോർഡറായിട്ട് വെച്ചിരിക്കുന്ന ഈ പ്ലാന്റ് തന്നെ 2 ചട്ടിയിലേക്കും ആക്കാമെന്ന് വെച്ചേ. അങ്ങനെ ആ പ്ലാന്റ് 2 ചട്ടിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഹൈറ്റൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബൊഗെയിൻവില്ലയൊന്നും കട്ട് ചെയ്യാറായിട്ടില്ല, നല്ല പൂത്ത് നിൽക്കുക. പൂവൊക്കെ കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്ത് കളയാൻ. ചെത്തിയിലും നിറയെ മുട്ടിട്ടിട്ടുണ്ട്. ഒരു ചുമല ചെത്തിയുണ്ട്, അതിൽ ഒരുപാട് വളർന്നു നിന്ന കമ്പൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ എന്ന് പറയുന്നത്. അതിന് മാത്രം വലിയ ഭംഗിയിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, എന്നാലും നേരത്തെ കിടന്നതിലും നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.